ഹലോ എവരിവൺ, വെൽക്കം ടു എ ഡ്രീം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ NIOS +2 പൊളിറ്റിക്കൽ സയൻസിന്റെ 23 ചാപ്റ്റർ 23ാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കഷൻ ചെയ്യുന്നത്. ചാപ്റ്റർ 23 എൻവയോൺമെന്റൽ അവയർനെസ്, പരിസ്ഥിതി അവബോധം എന്ന് പറയും. അപ്പൊ പരിസ്ഥിതിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ വ്യക്തമാക്കുന്നത്. എൻവയോൺമെന്റൽ അവയർനെസ്, നമുക്കറിയാം നമ്മളുടെ ജീവൻ, മനുഷ്യന്റെ ജീവനും ജീവജാലങ്ങളുടെ ജീവനും ഒക്കെ നിലനിൽക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് പരിസ്ഥിതി. പരിസ്ഥിതി ഇല്ലെങ്കിൽ നാം ഇല്ല. ഓരോ ജീവജാലങ്ങളും നിലനിൽക്കണമെങ്കിലും മനുഷ്യജീവിതം പൂർണ്ണമാകണമെങ്കിലും വരും തലമുറയ്ക്ക് ആ പരിസ്ഥിതി ഇനിയും നിലനിൽക്കണമെങ്കിലും പരിസ്ഥിതിയെ നമ്മൾ കേടുപാടുകൾ കൂടാതെ നന്നായി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരിസ്ഥിതിയെ കുറിച്ച്, പരിസ്ഥിതി അവബോധം എന്ന എൻവയോൺമെന്റൽ അവയർനെസ് എന്ന ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. വളരെ ലളിതമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് പൊളിറ്റിക്കൽ സയൻസിലെ 23ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എൻവയോൺമെന്റൽ അവയർനെസ്. കാരണം നമ്മൾ നാമും പരിസ്ഥിതിയുമാണ്. നാം ഇല്ലെങ്കിൽ പരിസ്ഥിതി ഇല്ല, പരിസ്ഥിതി ഇല്ലെങ്കിൽ നാം ഇല്ല, നമ്മളില്ല. അപ്പൊ നമ്മളുടെ പരിസ്ഥിതി നമുക്ക് എത്രമാത്രം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എന്ന് നമുക്കറിയാം. ആ പരിസ്ഥിതിയില് ഓരോ ദോഷങ്ങളും ഉണ്ടാകുമ്പോഴും അതൊക്കെ നമ്മുടെ വരും തലമുറയെ പോലും ബാധിക്കും എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിലെ 23ാമത്തെ ചാപ്റ്ററിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോ നമ്മളുടെ ചാപ്റ്റർ 23 എൻവയോൺമെന്റൽ അവയർനെസ്, നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ പരിസ്ഥിതി സംരക്ഷണം, സുസ്ഥിര വികസനം, ദേശീയ അന്താരാഷ്ട്ര നയങ്ങൾ എന്നിവയൊക്കെ ലളിതമായി മനസ്സിലാക്കുക എന്നതാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു എൻവയോൺമെന്റൽ അവയർനെസ് അഥവാ പരിസ്ഥിതി അവബോധം എന്ന ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് പരിസ്ഥിതി നശിക്കുന്നതിനെ കുറിച്ച് മനസ്സിലാക്കാം. നമ്മുടെ പരിസ്ഥിതി ഓരോ ദിനം പ്രതി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണ് എന്നും അതിന്റെ വിപത്ത് എന്താണ് എന്നും ആ പരിസ്ഥിതിയുടെ നാശത്തിന് ഹേതുവാകുന്ന ഘടകങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുന്നതിനെ കുറിച്ചും, അപ്പൊ ആ പരിസ്ഥിതിയുടെ നാശത്തെ കുറിച്ച് എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ എന്ന ഈ ഒരു ടോപ്പിക്സ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് കവർ ചെയ്യാനുള്ളത്. നോക്കൂ, ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതേ പരിസ്ഥിതി നശിച്ചതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്താണ് എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ? എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ എന്ന് പറഞ്ഞാല് പരിസ്ഥിതിയുടെ സ്വാഭാവിക ഗുണനിലവാരവും സന്തുലിതാവസ്ഥയും കുറയുന്ന അവസ്ഥയെയാണ് പരിസ്ഥിതി നാശം അഥവാ പരിസ്ഥിതി ഡിഗ്രഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പരിസ്ഥിതി ഡിഗ്രഡേഷൻ എന്ന് പറഞ്ഞാല് പരിസ്ഥിതിയുടെ സ്വാഭാവിക ഗുണനിലവാരവും സന്തുലിത അവസ്ഥയും കുറയുന്ന അവസ്ഥ. പരിസ്ഥിതിയുടെ സ്വാഭാവികമായിട്ടുള്ള ആ ഗുണനിലവാരവും അതേപോലെ തന്നെ സന്തുലിതാവസ്ഥയും കുറയുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് പരിസ്ഥിതി നാശം അഥവാ എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താ മക്കളെ? ഇങ്ങനെ പരിസ്ഥിതി നശിക്കാനുള്ള കാരണം എന്താണ്? മനുഷ്യന്റെ അമിതമായ വിഭവ ഉപയോഗം. മനുഷ്യന്റെ അമിതമായിട്ടുള്ള നമ്മുടെ വിഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഉള്ള ഓരോ സാധനങ്ങളും, നമുക്ക് ആവശ്യമായിട്ടുള്ള ഓരോ സാധനങ്ങളും നമ്മുടെ വിഭവങ്ങൾ തന്നെയാണ്. അപ്പൊ അതൊക്കെ അമിതമായി ഉപയോഗിക്കാം. നമുക്കറിയാം, മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കാൻ കഴിയുന്ന കല്ലുകളും മറ്റ് രാസപദാർത്ഥങ്ങളും ഒക്കെ അമിതമായി നമ്മൾ വിനിയോഗിക്കപ്പെടുക.
അതൊക്കെ അതിൻ്റെയൊക്കെ ഉപയോഗം കൂട്ടുക, അതേപോലെ തന്നെ അത് കൂടുതലായി കുഴിച്ചെടുക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പരിസ്ഥിതിക്കാണ് കേടുപാടുകൾ സംഭവിക്കുന്നത്. മാത്രല്ല നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ, അതാണ് ഏറ്റവും സഹിക്കാൻ കഴിയാത്തത്. നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ നമ്മുടെ പരിസ്ഥിതി നശിക്കാൻ ഹേതുവാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ അമിതമായ വിഭവ ഉപയോഗവും ശാസ്ത്ര സാങ്കേതിക വികസനവുമാണ് പരിസ്ഥിതി നാശത്തിനുള്ള പ്രധാന കാരണം. അപ്പൊ പരിസ്ഥിതി നാശത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ അമിതമായ വിഭവ ഉപയോഗവും ശാസ്ത്ര സാങ്കേതിക വികസനവുമാണ്. മാത്രല്ല പുനഃസ്ഥാപിക്കാനുള്ള പരിസ്ഥിതിയുടെ ശേഷിയേക്കാൾ വിഭവം ഉപയോഗം വർദ്ധിക്കുമ്പോൾ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നമുക്കറിയാം, നമ്മുടെ പരിസ്ഥിതിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന, മണ്ണിൽ നിന്നും ഖനനം ചെയ്ത് കുഴിച്ചെടുക്കുന്ന പല പദാർത്ഥങ്ങളും ചിലപ്പോൾ വീണ്ടും ഉണ്ടാവില്ല, പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. അപ്പൊ ഈ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ അമിതമായി ഉപയോഗിക്കുമ്പോൾ അത് പരിസ്ഥിതിക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. അപ്പോ നമ്മളുടെ പ്രകൃതി വിഭവങ്ങളാൽ സമൃദ്ധമാണ് നമ്മുടെ പ്രകൃതിയെ എഴുതിയിട്ട് നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യരുത്. കുന്നുകളും മലകളൊക്കെ അമിതമായി ഇടിച്ചു നിരത്തി കല്ലും മണ്ണും ഒക്കെ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ എടുത്തു കൂട്ടുമ്പോൾ അതൊന്നും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ അമിതമായി ഉപയോഗിക്കുമ്പോൾ അത് പരിസ്ഥിതിയുടെ നാശത്തിന് കാരണമാകുന്നു. അത് പരിസ്ഥിതിക്ക് ഗുരുതര പ്രശ്നങ്ങൾ അഥവാ ഗുരുതര ആഘാതങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുന്നു. ഇതാണ് എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ. അടുത്തത് ടോപ്പിക്സ് നോക്കൂ. പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതായത് നിങ്ങളുടെ ഗൈഡിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രധാനപ്പെട്ട which are the main factors that cause environmental problem? എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങളായിട്ട് പറയുന്നത്? causes of environmental problem, പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം? നിങ്ങൾക്ക് ഒരു 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയാം അല്ലേ? കാരണം ഇതൊക്കെ അത്രയും ലളിതമായിട്ടുള്ള ടോപ്പിക്സുകളാണ്. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? മലിനീകരണമാണ്. പരിസ്ഥിതി നാശത്തിന്റെ 1ാമത്തെ കാരണം മലിനീകരണമാണ്, പൊല്യൂഷനാണ്. നമുക്കറിയാം, ഭൂമി, വായു, ജലം എന്നിവയ്ക്കുണ്ടാകുന്ന മലിനീകരണം ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെയാണ് ബാധിക്കുന്നത്. ഭൂമിയും വായുവും ജലവും മലിനീകരിക്കപ്പെടുമ്പോൾ അത് എന്തിനു കാരണമാകുന്നു? ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നു. അപ്പൊ മലിനീകരണമാണ് 1ാമത്തെ പരിസ്ഥിതി പ്രശ്നത്തിന്റെ നാശത്തിന്റെ കാരണം. പരിസ്ഥിതി പ്രശ്നത്തിന്റെ കാരണം ഭൂമി മലിനമാക്കപ്പെടുന്നു. നമുക്കറിയാം, ഭൂമി മലിനമാക്കപ്പെടുന്നത് എങ്ങനെയാണ്? ചപ്പുചവറുകളും പ്ലാസ്റ്റിക്കുകളും മാലിന്യങ്ങളും ഒക്കെ നമ്മളുടെ ഭൂമിയിലേക്ക് യാതൊരു ഇതുമില്ലാതെ വലിച്ചെറിയാണ്. അതിലൂടെ നമ്മളുടെ ഭൂമി നശിക്കപ്പെടുന്നു. ഭൂമിയുടെ ആ ഒരു ഫെർട്ടിലിറ്റി, ഫലഭൂരിഷ്ഠത ഇല്ലാതാക്കപ്പെടുന്നു. കെട്ടിടങ്ങൾ ഉണ്ടാക്കി കൂട്ടുന്നു. ഇതൊക്കെ നമ്മളുടെ അതേപോലെ വണ്ടികളിൽ നിന്നും പുകമാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്നു. ഇതൊക്കെ ഭൂമി മലിനീകരിക്കപ്പെടാൻ കാരണമാകും. വായുമലിനീകരണം, ഫാക്ടറികളിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെടുന്ന രാസപദാർത്ഥങ്ങൾ അടങ്ങിയ പുക വായുവിലേക്ക് കലരുകയും അത് പലതരത്തിലുള്ള ആസിഡ് മഴകൾക്ക് കാരണമാകുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ, റെഡ് റെയിൻ പെയ്തു, യെല്ലോ റെയിൻ പെയ്തു എന്നൊക്കെ? അതൊക്കെ എങ്ങനെയാണ്? പല ഫാക്ടറികളിൽ നിന്നും പുറന്തള്ളപ്പെട്ട ആ വാതകങ്ങൾ, അതിലൊക്കെ രാസപദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ടായിരിക്കും. ആ വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് കലരുകയാണ്. അങ്ങനെ അന്തരീക്ഷത്തിലേക്ക് കലർന്ന് അവ മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുണ്ടാവും. അതാ അന്തരീക്ഷത്തിന്റെ ആ കലർന്ന ആ വാതകങ്ങളോടൊപ്പം മഴവെള്ളം ചാടുമ്പോൾ ആ വെള്ളത്തിൽ അലിഞ്ഞ് താഴേക്ക് പതിക്കുക ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ആസിഡ് മഴയൊക്കെ പെയ്യാനുള്ള കാരണം. അങ്ങനെ നമ്മളുടെ വായുവും ജലം, നമുക്കറിയാം, ഇന്ന് പല സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാലും നമ്മളുടെ ജലസ്രോതസ്സുകൾ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ണി കണ്ട വേസ്റ്റുകൾ വെള്ളത്തിക്ക് ആണ് എറിയാണ് നമ്മള്.
കടലിലേക്കായാലും പുഴകളിലേക്കായാലും തോട്ടിലേക്കായാലും അരുവികളിലേക്കായാലും കുളങ്ങളിലേക്കൊക്കെ നമ്മൾ ഈ വേസ്റ്റ് മാലിന്യങ്ങൾ വലിച്ചെറിയാണ് യാതൊരു മടിയും കൂടാതെ. അങ്ങനെ കൊതുകും കണ്ണിക്കണ്ട രോഗങ്ങൾ ഉണ്ടാകുന്നതിനൊക്കെ കാരണമാകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മലിനീകരണത്തിന്റെ പ്രധാന കാരണം. അപ്പൊ പരിസ്ഥിതി പ്രശ്നം ഉണ്ടാകാനുള്ള ഒന്നാമത്തെ കാരണം മലിനീകരണം. മലിനീകരണം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഭൂമി, വായു, ജലം. അതേപോലെ ജനസംഖ്യാ വർധനവ്. അതേപോലെ പരിസ്ഥിതി പ്രശ്നത്തിന്റെ മറ്റൊരു കാരണമാണ് ജനസംഖ്യ അമിതമായി വർദ്ധിക്കുക, ഓവർ പോപ്പുലേഷൻ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കൊറോണയ്ക്ക് ശേഷം ചൈനയെക്കാട്ടിലും മുന്നിലാണ് ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യ. അപ്പോ ജനങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ എത്ര ക്ലീൻ ചെയ്താലും അത് ആ ക്ലീനിങ് ഒന്നും എഫക്റ്റീവ് ആവണില്ല. പലതരത്തിലും ആളുകൾ ഇങ്ങനെ കൂടി ജനങ്ങൾ വർദ്ധിക്കും തോറും അത് എന്തിനും കാരണമാകും? വിഭവങ്ങൾ, അതായത് വിഭവങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നതിനും അതേപോലെ വനനശീകരണത്തിനൊക്കെ കാരണമാകും. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ജനസംഖ്യ വർദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ടും എന്ത് പ്രശ്നം ഉണ്ടാവും? പരിസ്ഥിതി പ്രശ്നത്തിലേക്ക് വഴിവെക്കുന്നാണ് പറയുന്നത്. അതേപോലെ നഗരവൽക്കരണം, അർബണൈസേഷൻ എന്ന് പറയും. മാലിന്യ സംസ്കരണം ഇല്ലാതിരിക്കുക. വലിയ വലിയ നഗരങ്ങളില് മാലിന്യം സംസ്കരിക്കാൻ സൗകര്യം ഇല്ലാതിരിക്കുക, ശുചിത്വക്കുറവുണ്ടാവുക, രോഗങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെ എന്തിന് കാരണമാകുന്നുണ്ട്? പരിസ്ഥിതി പ്രശ്നത്തിന് കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ഫോർത്ത് പോയിന്റ്, വ്യവസായവൽക്കരണം. വ്യവസായവൽക്കരണം എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഫാക്ടറികളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന വാതകങ്ങളാണ് പ്രധാനമായും നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്നത്. നമ്മുടെ ഓസോൺ പാളി, ഭൂമിക്കൊരു രക്ഷാ കവചമുണ്ട്, അതാണ് ഓസോൺ എന്ന് പറയുക. പക്ഷേ അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിൽ ഓസോൺ പാളിക്ക് സുഷിരങ്ങൾ ഉണ്ടായി ആ സുഷിരത്തിലൂടെ അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കാൻ ഇടവരുകയും അങ്ങനെ നമ്മുടെ ഭൂമിയുടെ ആ ഒരു സംരക്ഷണ കവചം വരെ നശിക്കാൻ കാരണമാവുന്നുണ്ട് ഈ വ്യവസായശാലകളിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെടുന്ന വാതകങ്ങൾ കാരണം. ഇപ്പൊ വിഷവാതകങ്ങൾ, CO2, ഹരിതഗൃഹ പ്രവാഹം, ആഗോള താപനം, ഇതിനൊക്കെ വഴിവെക്കുന്നുണ്ട് വ്യവസായവൽക്കരണം. അപ്പൊ ഇതൊക്കെയാണ് പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങളായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മലിനീകരണം, ജനസംഖ്യാ വർധനവ്, നഗരവൽക്കരണം, വ്യവസായവൽക്കരണം. നോക്കൂ, മലിനീകരണം എന്ന് പറയുമ്പോൾ വായു മലിനീകരണം ഉണ്ട്, ജലമലിനീകരണം ഉണ്ട്, മണ്ണ് മലിനീകരണം. നമുക്കിതൊക്കെ നോക്കാൻ കഴിയില്ല അല്ലേ? പൊല്യൂഷൻ നമുക്കറിയാം. വായു മലിനീകരണം ഫാക്ടറികളിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന പുകയാണ്. ജലമലിനീകരണത്തിന് കാരണം നമ്മൾ ജലത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിയാണ്. മണ്ണ് മലിനീകരണം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് കൊണ്ടിടുകയാണ്. അതേപോലെ ജനസംഖ്യാ വർധനം, അമിതമായ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ അത് ഭൂമിക്ക് പല വിഭവങ്ങൾ, എല്ലാവർക്കും വേണ്ട വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കഴിയില്ല. പിന്നെയുണ്ടോ നഗരവൽക്കരണം. നഗരവൽക്കരണം പറഞ്ഞാൽ നഗരവൽക്കരിക്കുന്ന സമയങ്ങളില് അതും പലതരത്തിലുള്ള ശുചിത്വക്കുറവിന് കാരണമാകുന്നുണ്ട്. വെള്ളവും താമസവും വൈദ്യുതിയും ഗതാഗതവും ഒന്നും എല്ലാവർക്കും കിട്ടുകയില്ല. മാത്രല്ല ഹരിത പ്രദേശങ്ങൾ, നഗരവൽക്കരണം ഉണ്ടാവുമ്പോൾ പച്ചപ്പുള്ള ഭാഗങ്ങൾ ഇല്ലാതെയാവുകയാണ്. അത് മലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. വ്യവസായവൽക്കരണം കണ്ടുവോ? വലിയ വലിയ ഫാക്ടറിയിൽ നിന്ന് പുക പുറത്തേക്ക് ചാടുന്നത് കണ്ടുവോ? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പരിസ്ഥിതി പ്രശ്നത്തിന്റെ പ്രധാന കാരണങ്ങൾ കേട്ടോ. ഇനി നമ്മൾ ജനസംഖ്യാ വർധനവിന്റെ ആഘാതമാണ് പഠിക്കുന്നത്. എന്താണ് ജനസംഖ്യാ വർധനവിന്റെ ആഘാതം? അപ്പൊ ജനസംഖ്യാ വർധനവിന്റെ ആഘാതത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് പോപ്പുലേഷൻ ഇൻക്രീസിങ്. എന്താണ് ജനസംഖ്യാ വർധനവിന്റെ ആഘാതം എന്ന് പറയുന്നത്? പ്രധാനമായും ജനസംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എഫക്റ്റ് അല്ലെങ്കിൽ ഇമ്പാക്ട് എന്താണ്? ഇമ്പാക്ട് ഓഫ് ഓവർ പോപ്പുലേഷൻ. ജനസംഖ്യ വർധനവിന്റെ ഇമ്പാക്ട്, പരിണിത ഫലങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ പറയുന്നത്. വിഭവങ്ങളിലുള്ള സമ്മർദ്ദം. വിഭവങ്ങൾ കൂടുതൽ വേണ്ടി വരും. ശരിയാണ്, എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട് അല്ലേ? നമുക്കറിയാം
മനുഷ്യനായി ജനിച്ചാൽ ആ മനുഷ്യന് പ്രധാനമായും 4 അടിസ്ഥാന ആവശ്യങ്ങളാണുള്ളത്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം. ഈ 4 അടിസ്ഥാന ആവശ്യങ്ങളും നിറവേറ്റണമെങ്കിൽ വിഭവങ്ങൾ ആവശ്യമാണ്. ആ വിഭവങ്ങളിൽ മേലുണ്ടാകുന്ന സമ്മർദ്ദമാണ് ജനസംഖ്യാ വർധനവിന്റെ ആഘാതം. അപ്പൊ ജനസംഖ്യാ വർധനവിന്റെ ആഘാതം എന്ന് പറയുന്നത് എന്താണ്? വിഭവങ്ങളിലുള്ള സമ്മർദ്ദം. ജനസംഖ്യ വളരെ കുത്തനെ ഉയരുമ്പോൾ ഭൂമി, ജലം, വനങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്ത വിഭവങ്ങൾക്കായിട്ടുള്ള ആവശ്യകത വൻതോതിൽ വർദ്ധിക്കാൻ കാരണമാകുന്നു. അപ്പോ വിഭവങ്ങളിൽ മേലുള്ള സമ്മർദ്ദം ഉണ്ടാവാൻ കാരണമാകും എന്ത്? ജനസംഖ്യാ വർധനവ്. ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ അത് വിഭവങ്ങളിൽ മേലുള്ള ഒരു സമ്മർദ്ദത്തിന് കാരണമാകുന്നു. ജനസംഖ്യ കുത്തനെ ഉയരുമ്പോൾ ഭൂമി, ജലം, വനങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്ത വിഭവങ്ങൾക്കായിട്ടുള്ള ആവശ്യകത വർദ്ധിക്കാൻ കാരണമാകുന്നു. അതേപോലെ വനനശീകരണവും ആവാസ വ്യവസ്ഥയും. വനനശീകരണം തീവ്രമാവുകയും വന്യജീവികളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇത് ജൈവ വൈവിധ്യത്തിന് വലിയ ഭീഷണിയാണ്. ഇപ്പോ ജനങ്ങൾ കൂടുമ്പോൾ എന്ത് ചെയ്യും? കാടൊക്കെ നമ്മള് വെട്ടിത്തെളിച്ച് മനുഷ്യനെ താമസയോഗ്യാക്കും. അപ്പൊ മൃഗങ്ങൾ എന്ത് ചെയ്യും? നാട്ടിക്കിറങ്ങും. ഈ ജനവാസ മേഖലയിലേക്ക് മൃഗങ്ങൾ ഇറങ്ങാനുള്ള കാരണവും ആരെന്നെയാണ്? ജനങ്ങൾ തന്നെയാണ്. കാരണം കാട്ടിൽ അധിവസിച്ചിരുന്ന മൃഗങ്ങളുടെ കാട് വെട്ടിത്തെളിച്ചത് മനുഷ്യനാണ്. അപ്പോ കാട്ടുമൃഗങ്ങൾക്ക് അവിടെ വാസയോഗ്യമല്ല. അപ്പൊ അവര് നാട്ടിലേക്ക് ഇറങ്ങാണ്. അവരുടെ ആവാസ വ്യവസ്ഥയാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വനനശീകരണവും ആവാസ വ്യവസ്ഥയൊക്കെ തകരാൻ എന്ത് കാരണമാകും? ജനസംഖ്യാ വർധനവ് കാരണമാകും. വനനശീകരണവും തീവ്രമാവുകയും വന്യജീവികളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഇത് ജൈവ വൈവിധ്യത്തിന് വലിയ ഭീഷണിയായിത്തീരുന്നു. ഇതാണ് ജനസംഖ്യാ വർധനവിന്റെ ആഘാതം. അടുത്തതാണ് നഗരവൽക്കരണവും വ്യവസായത്തെയും കുറിച്ചാണ് നമ്മൾ ഡിസ്കഷൻ ചെയ്യുന്നത്. നഗരവൽക്കരണം നമുക്കറിയാം. നഗരവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള ജനങ്ങളുടെ പ്രവാഹമാണ് നഗരവൽക്കരണം. ഗ്രാമീണ മേഖലയിൽ നിന്നും നഗരമേഖലയിലേക്കുള്ള ജനങ്ങളുടെ ആ കുടിയേറ്റത്തെയാണ് അല്ലെങ്കിൽ ആ പ്രവാഹത്തെയാണ് നഗരവൽക്കരണം എന്ന് പറയുന്നത്. പക്ഷെ നഗരവൽക്കരണത്തിന്റെ പ്രതിസന്ധി എന്താണ്? മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള പ്രതിസന്ധി, ശുചിത്വക്കുറവും രോഗവ്യാപനവും, പാർപ്പിടം, കുടിവെള്ളം, വൈദ്യുതി ക്ഷാമം, ഇതൊക്കെയാണ് നഗരവൽക്കരണത്തിന് നേരിടുന്ന പ്രശ്നങ്ങൾ. ഇനി എന്താണ് വ്യവസായവൽക്കരണം? വ്യവസായ മേഖലയുടെ അനിയന്ത്രിതമായ വളർച്ച മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ. വ്യവസായവൽക്കരണം എന്ന് പറഞ്ഞാല് വ്യവസായ മേഖലയുടെ അനിയന്ത്രിതമായ വളർച്ച മൂലമുണ്ടാകുന്ന പ്രത്യാഘാതമാണ് എന്ത്? വ്യവസായവൽക്കരണം. അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡയോക്സൈഡിന്റെ തള്ളല്, വായു ജല മലിനീകരണം രൂക്ഷമാകല്, പുനഃസ്ഥാപിക്കാനാകാത്ത പ്രകൃതി വിഭവ ചൂഷണം. അപ്പൊ എന്തൊക്കെയാണ് വ്യവസായവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നേരിടുന്ന പ്രശ്നങ്ങള്? വ്യവസായ മേഖലയുടെ അനിയന്ത്രിതമായ വളർച്ച മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങള്, അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡയോക്സൈഡിന്റെ തള്ളല്, വായു ജല മലിനീകരണം രൂക്ഷമാക്കല്, പുനഃസ്ഥാപിക്കാനാകാത്ത പ്രകൃതി വിഭവ ചൂഷണം. അപ്പൊ ഇതൊക്കെയാണ് നഗരവൽക്കരണവും വ്യവസായവൽക്കരണത്തിലും നമുക്ക് പറയാനുള്ളത്. അടുത്തത് നമ്മള് പരിസ്ഥിതി സംരക്ഷണ അവബോധത്തെ കുറിച്ചാണ്. എങ്ങനെയൊക്കെയാണ് പരിസ്ഥിതിയെ പ്രൊട്ടക്ട് ചെയ്യുക? അതായത് നിങ്ങളുടെ ഗൈഡിലെ 5ാമത്തെ ക്വസ്റ്റ്യനിൽ കിടക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻ ദ അവയർനെസ് അബൌട്ട് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ അവബോധങ്ങൾ. എങ്ങനെയൊക്കെയാണ് പരിസ്ഥിതി സംരക്ഷിക്കുക? പ്രധാനമായും ഒന്ന്, ആഗോള ശ്രദ്ധ. പരിസ്ഥിതി നാശത്തിന്റെ പ്രത്യാഘാതങ്ങളെ തിരിച്ചറിഞ്ഞ് ലോകമെമ്പാടും ബോധവൽക്കരണം ശക്തമാക്കുക. അതാണ് ആഗോള ശ്രദ്ധ. ഇപ്പൊ പരിസ്ഥിതി സംരക്ഷണ അവബോധം, പരിസ്ഥിതിയെ 4 രീതിയിലാണ് ഇവിടെ ശ്രദ്ധിക്കാൻ പറയുന്നത്. ആഗോള ശ്രദ്ധ,
ആഗോള ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താ? പരിസ്ഥിതി നാശത്തിന്റെ പ്രത്യാഘാതങ്ങൾ തിരിച്ചറിഞ്ഞ് ലോകമെമ്പാടും ബോധവൽക്കരണം ശക്തമാക്കുക. പരിസ്ഥിതി നാശത്തിന്റെ പ്രത്യാഘാതങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ലോകമെമ്പാടും അതിന്റെ ബോധവൽക്കരണം ശക്തമാക്കുക. അടുത്തതാണ് വിഭവ സംരക്ഷണം. വായു, ജലം, മണ്ണ്, സസ്യജാലങ്ങൾ എന്നിവ സംരക്ഷിക്കേണ്ടതിന്റെ അത്യന്താപേക്ഷിതാവസ്ഥ തിരിച്ചറിയുക. വായു, ജലം, മണ്ണ്, സസ്യജാലങ്ങൾ എന്നിവ സംരക്ഷിക്കേണ്ടതിന്റെ അത്യന്താപേക്ഷിതാവസ്ഥ തിരിച്ചറിയുക. 3. പ്രതിസന്ധികൾ തടയൽ. വരൾച്ച, വെള്ളപ്പൊക്കം, വന്യജീവികളുടെ വംശനാശം എന്നിവ തടയാൻ കർശന നടപടികൾ എടുക്കുക. 4. ഭാവി തലമുറയ്ക്കായിട്ട് ഇന്നത്തെ ആവശ്യങ്ങൾക്ക് പുറമെ വരും തലമുറയ്ക്കായി പ്രകൃതിയെ സുരക്ഷിതമായി കരുതുക. ഈ പ്രകൃതി നമുക്ക് മാത്രല്ല, ഇനിയുള്ള തലമുറയ്ക്കും വേണം. അപ്പൊ ഇനിയുള്ളവർക്കും വേണം എന്ന ഒരു ചിന്തയോട് കൂടി നമ്മൾ പ്രകൃതിയെ ഉപയോഗിക്കുക. ഇപ്പൊ പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രധാനമായും 4 കാര്യങ്ങളാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. ആഗോള ശ്രദ്ധ പുലർത്തുക, വിഭവങ്ങൾ സംരക്ഷിക്കുക, പ്രതിസന്ധികളെ തടയുക, ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് സുരക്ഷിതമായി പ്രകൃതിയെ നിലനിർത്തുക. അതേപോലെ തന്നെ അപ്പൊ ഇത്രയാണ് പരിസ്ഥിതി സംരക്ഷണ അവബോധത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സുസ്ഥിര വികസനം. എന്താ മക്കളെ സുസ്ഥിര വികസനം? എന്തൊരു ഭംഗിയാ നോക്കൂ. നമ്മളുടെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു വികസനമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പച്ചപ്പ് നിറഞ്ഞ് കാറ്റാടി മരങ്ങളും സോളാറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു വികസനമാണ് ഈ ഒരു സുസ്ഥിര വികസനം എന്ന ഈ ഒരു ടോപ്പിക്സിന്റെ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അഥവാ സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാല്? ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിനെ ബാധിക്കാതെ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസന രീതി. ഭാവി തലമുറയ്ക്ക് ഒരിക്കലും ദോഷം ഉണ്ടാക്കാതെ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസന രീതിയെയാണ് നമ്മൾ എന്ത് പറയാ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഭാവി തലമുറയ്ക്ക് ഒരു ദോഷം ഉണ്ടാവരുത്, എന്നാലോ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യപ്പെടും വേണം? നിറവേറ്റപ്പെടും വേണം. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ എന്തൊരു ഭംഗിയാ അല്ലെ? പച്ചപ്പ് നിറഞ്ഞ ഒരു ഗ്രാമമാണ്. ഇവിടെ സോളാർ ഉണ്ട്, കാറ്റാടി ഉണ്ട്. അപ്പൊ ആ കാറ്റാടി യന്ത്രം ഉപയോഗിച്ചിട്ടും വൈദ്യുതി ഉണ്ടാക്കാം. സോളാറിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കാം. അങ്ങനെ ഭൂമിക്ക് ദോഷമില്ലാത്ത രീതിയിൽ നമ്മൾ വേണ്ട കാര്യങ്ങൾ വികസനം നടപ്പാക്കണം എന്നാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുക? സുസ്ഥിര വികസനം. അപ്പൊ ഭൂമിക്ക് യാതൊരുവിധ ദോഷവുമില്ലാതെ ഭൂമിയെ ഉപയോഗിക്കണം എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് സുസ്ഥിര വികസനം. മാത്രല്ല അവിടെ സുസ്ഥിര വികസനം നടപ്പാക്കാൻ വേണ്ടിയിട്ടൊരു ബെർണാഡ് കമ്മീഷൻ 1987 ഈ ഒരു ബെർണാഡ് കമ്മീഷന് രൂപം കൊടുത്തത്. വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഈ ഒരു കമ്മീഷൻ സമർപ്പിച്ച അവർ കോമൺ ഫ്യൂച്ചർ എന്ന റിപ്പോർട്ടിലൂടെയാണ് ഈ ആശയം ജനപ്രിയമായത്. അപ്പൊ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ഈ ഒരു ആശയം രൂപീകരിച്ചത് ബെർണാഡ് കമ്മീഷനാണ്. 1987 ഈ ഒരു കമ്മീഷനിലൂടെയാണ് നമ്മുടെ ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിനെ ബാധിക്കാതെ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു വികസന രീതി നടപ്പാക്കാൻ ശ്രമിച്ചത്. അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അഥവാ സുസ്ഥിര വികസനം. ഇനി നമ്മള് സുസ്ഥിര വികസനത്തിന്റെ ചില തത്വങ്ങളാണ് പഠിക്കുന്നത്. തത്വങ്ങൾ എന്തൊക്കെയാണ് സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ തത്വങ്ങൾ എന്ന് നമുക്ക് നോക്കാം. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ എന്താ? ഭാവി തലമുറയെ ബാധിക്കാതെ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ആ പ്രക്രിയയെയാണ് നമ്മൾ എന്ത് പറയാ? സുസ്ഥിര വികസനം എന്ന് പറയാന്ന് ടീച്ചർ പറഞ്ഞു തന്നു. ഇനി സുസ്ഥിര വികസനത്തിന്റെ തത്വങ്ങൾ എന്തൊക്കെയാണ്? പുനരുപയോഗം.
സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ തത്വം എന്ന് പറയുന്നത് പുനരുപയോഗം. ഇതൊക്കെ കാറ്റാടി യന്ത്രം എത്ര എടുത്താലും കുഴപ്പമില്ല, കാറ്റ് വീശുമ്പോ വീണ്ടും നമുക്ക് കറണ്ട് ഉണ്ടാക്കാം. അതേപോലെ തന്നെ കണ്ടോ, സോളാർ എത്ര എടുത്താലും കുഴപ്പമില്ല, നമുക്ക് വീണ്ടും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഉണ്ടാക്കാം, എനർജി ഉണ്ടാക്കാം. അപ്പൊ ഇതാണ് പുനരുപയോഗം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അഥവാ സുസ്ഥിര വികസനത്തിന്റെ തത്വങ്ങളിലെ ഒന്നാമത്തെ തത്വമാണ് പുനരുപയോഗം. നിങ്ങളുടെ ഗൈഡിലെ 7ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നുണ്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് വിവരിക്കാൻ. അപ്പൊ നിങ്ങൾ ഇത് എഴുതണം, ആദ്യം ഇത് എന്താന്ന് എഴുതുക, എന്നിട്ട് പിന്നെ ഈ കാര്യങ്ങൾ വെക്കണം കേട്ടോ. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ച് വിവരിക്കാൻ പറഞ്ഞാല് ആദ്യം നിങ്ങൾ വെക്കേണ്ടത് ഈ കുറച്ച് കാര്യങ്ങളാണ്, പിന്നെ നിങ്ങൾ ഈ പോയിന്റ് വെക്കണം കേട്ടോ. പുനരുപയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ഉപയോഗിച്ചാലും അത് നിൽക്കുന്നില്ല, നമുക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലെ. സൗരോർജം, പവനോർജം തുടങ്ങിയ പുനഃസ്ഥാപിക്കാനുള്ള ഊർജ വിഭവങ്ങൾ പരമാവധി ഉപയോഗിക്കുക, അതാണ് പുനരുപയോഗം. പിന്നെ മാലിന്യ പുനഃചംക്രമണം, മാലിന്യങ്ങൾ സംസ്കരിക്കുക, മാലിന്യങ്ങളെ എന്ത് ചെയ്യുക, റീസൈക്ലിങ് ചെയ്യുക, പുനരുപയോഗിക്കുക. നമുക്കറിയാം ഗ്യാസൊക്കെ മാലിന്യങ്ങളൊക്കെ വലിയ വലിയ എന്താ പറയുക സംസ്കരണ പ്ലാന്റുകൾ നിർമ്മിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഗ്യാസൊക്കെ ഉണ്ടാക്കാം അല്ലെ. അപ്പൊ നമുക്ക് പാചകം ചെയ്യാനുള്ള ഗ്യാസൊക്കെ മാലിന്യത്തിൽ നിന്നും ഉണ്ടാക്കാം, ജൈവ മാലിന്യത്തിൽ നിന്നൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് മാലിന്യങ്ങളെ പുനഃചംക്രമണം ചെയ്യാറുണ്ടാല് റീസൈക്ലിങ് ചെയ്യുക, വീണ്ടും ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് മാറ്റിയാല്. സന്തുലിത വികസനം, വികസന പ്രവർത്തനങ്ങളും പരിസ്ഥിതി സംരക്ഷണവും തമ്മിൽ കൃത്യമായ സന്തുലനം പാലിക്കുക. സന്തുലിത വികസനം എന്ന് പറഞ്ഞാല് വികസന പ്രവർത്തനങ്ങളും പരിസ്ഥിതി സംരക്ഷണവും തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു സന്തുലനം പാലിക്കുക. അതിനെയാണ് സന്തുലിത വികസനം എന്ന് പറയാം. വികസന പ്രവർത്തനങ്ങളും പരിസ്ഥിതി സംരക്ഷണവും തമ്മിൽ കൃത്യമായ ഒരു സന്തുലനം പാലിക്കുന്നതിനെയാണ് സന്തുലിത വികസനം എന്ന് പറയാം. അപ്പൊ ഇതൊക്കെയാണ് സുസ്ഥിര വികസനത്തിന്റെ തത്വങ്ങളായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ. അടുത്തത് നോക്കൂ, പരിസ്ഥിതി സംരക്ഷണത്തിന്റെ 3 പ്രധാന വഴികൾ എന്തൊക്കെയാണ്? പുനരുപയോഗം, ഞാൻ ടീച്ചർ പറഞ്ഞ കാര്യം തന്നെയാണ്. പുനരുപയോഗം എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിക്ക് മാറ്റുക, വസ്തുക്കളെ വീണ്ടും ഉപയോഗിക്കുന്ന രീതിക്ക് മാറ്റുന്നതിനെയാണ് പുനരുപയോഗം എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ സുസ്ഥിര വികസനത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ പഴയ വസ്തുക്കൾ ക്രിയാത്മകമായി വീണ്ടും ഉപയോഗിക്കുക, കുപ്പികൾ വീണ്ടും ഉപയോഗിക്കുക, തുണി ബാഗുകൾ ഉപയോഗിക്കുക, പഴയ ഫർണിച്ചറുകൾ വീണ്ടും പുനരുപയോഗപ്പെടുത്തുക. അങ്ങനെ പുനരുപയോഗം ചെയ്യുന്നതിലൂടെ വിഭവങ്ങളുടെ ഉപയോഗം കുറയ്ക്കാം, മാലിന്യങ്ങളും കുറയ്ക്കാം. പിന്നെ മാലിന്യ സംസ്കരണം, മാലിന്യങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ സംസ്കരിക്കുക? ജൈവ മാലിന്യത്തിനൊരു ബാസ്ക്കറ്റ്, അജൈവ മാലിന്യത്തിനൊരു ബാസ്ക്കറ്റ്, പിന്നെ നമ്മളുടെ ഈ മരുന്ന്, പഞ്ഞി അങ്ങനത്തെയൊക്കെ ഹാനികരമായിട്ടുള്ള മാലിന്യത്തിനൊരു ബാസ്ക്കറ്റ്. അപ്പൊ ഈ രീതിയിലൊക്കെ മാലിന്യ സംസ്കരണം നടപ്പാക്കുക. കണ്ടോ, പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള വഴികളാണ് അതൊക്കെ. പിന്നെ സുസ്ഥിര വികസനം, സുസ്ഥിര വികസനം ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുക, ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ സംരക്ഷിക്കുക. സാമ്പത്തിക വളർച്ച നടപ്പാക്കുക, സാമൂഹിക നീതി, സമത്വം, ആരോഗ്യം, വിദ്യാഭ്യാസം ഇതൊക്കെ നിലനിർത്തുക. ഇതാണ് സുസ്ഥിര വികസനം. ഇതാണ് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ 3 പ്രധാന വഴികൾ. ഇതൊക്കെ സുസ്ഥിര വികസനവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഇനി നമ്മളുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചില നിയമങ്ങൾക്കൊക്കെ നടപ്പാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ സംരക്ഷണ നിയമങ്ങള്? ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. 1986 എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, 1986 പരിസ്ഥിതി സംരക്ഷണ ആക്ട്. ആ ആക്ട് പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് നടപ്പാക്കിയിട്ടുള്ളത് നോക്കൂ. 1970കളിൽ ഇന്ത്യയിൽ പരിസ്ഥിതി അവബോധത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ച ഒരു കാലഘട്ടമായിരുന്നു. സ്റ്റോക്ക്ഹോം കോൺഫറൻസ്, 1972 ഇന്ത്യയിലെ പരിസ്ഥിതി നയരൂപീകരണത്തിന് പ്രചോദനമായ ഒരു അന്താരാഷ്ട്ര സമ്മേളനമാണ് സ്റ്റോക്ക്ഹോം കോൺഫറൻസ്. 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്,
രാജ്യത്ത് പരിസ്ഥിതി സംരക്ഷണത്തിനായി നടപ്പിലാക്കിയ ഒരു പ്രധാന നിയമമായിട്ടാണ് 1986 പരിസ്ഥിതി സംരക്ഷണ നിയമത്തെ പരിഗണിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 രാജ്യത്ത് പരിസ്ഥിതി സംരക്ഷണത്തിനായി നടപ്പിലാക്കിയ ഒരു പ്രധാന നിയമമായിട്ടാണ് ഈ ഒരു നിയമത്തെ പരിഗണിക്കുന്നത്. ഇനി നാഷണൽ എൻവയോൺമെന്റൽ പോളിസി എന്തൊക്കെയാ നോക്കൂ. എന്താണ് ദേശീയ പരിസ്ഥിതി പോളിസികള്, നയങ്ങള്. ദേശീയ പരിസ്ഥിതി നയങ്ങൾ. ദേശീയ പരിസ്ഥിതി നയങ്ങളില് ആരോഗ്യപരമായ പരിസ്ഥിതി, സുരക്ഷിതവും ആരോഗ്യകരമായ പരിസ്ഥിതി ജനങ്ങൾക്ക് ഉറപ്പാക്കുക. അതാണ് ആരോഗ്യകരമായ പരിസ്ഥിതി. 2 ജീവിത നിലവാരം. ഗ്രാമ നഗര മേഖലകളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുക. 3 ജൈവ വൈവിധ്യം. രാജ്യത്തെ സസ്യമൃഗജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയും ജൈവ വൈവിധ്യവും സംരക്ഷിക്കുക. രാജ്യത്തെ ജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയും ജൈവ വൈവിധ്യവും സംരക്ഷിക്കുക. അടുത്തത് പൊതുബോധവൽക്കരണം. പരിസ്ഥിതി വിദ്യാഭ്യാസവും ശാസ്ത്ര ഗവേഷണങ്ങളും പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ഇതൊക്കെയാണ് നാഷണൽ എൻവയോൺമെന്റ് പോളിസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രധാനമായും 4 എണ്ണാണ് നാഷണൽ എൻവയോൺമെന്റ് പോളിസി ഉള്ളത്. 1 ആരോഗ്യകരമായ പരിസ്ഥിതി, 2 ജീവിത നിലവാരം, 3 ജൈവ വൈവിധ്യം, 4 പൊതുബോധവൽക്കരണം. ആരോഗ്യകരമായ പരിസ്ഥിതി എന്ന് പറഞ്ഞാല് നമ്മളുടെ പ്രദേശങ്ങൾ നന്നായി വൃത്തിയായിട്ട് കൊണ്ട് നടക്കാൻ ശ്രമിക്കുക. ആഴ്ചയിൽ ഡ്രൈ ഡേ ആയി മുന്നോട്ട് പോവുക. ആഴ്ചയിലില്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഡ്രൈ ഡേ ഫോളോ ചെയ്യുക. ഡ്രൈ ഡേ പറഞ്ഞാല് ശുചിത്വം പാലിക്കുക, വീടും പരിസരവും ഒക്കെ നന്നായി വൃത്തിയാക്കി കൊണ്ട് നടക്കാൻ ശ്രമിക്കുക. പിന്നെ ജീവിത നിലവാരം, അതായത് ഗ്രാമ നഗര മേഖലകളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ജൈവ വൈവിധ്യം. രാജ്യത്തെ സസ്യമൃഗജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയും ജൈവ വൈവിധ്യവും സംരക്ഷിക്കുക. പൊതുബോധവൽക്കരണം. പരിസ്ഥിതി വിദ്യാഭ്യാസവും ശാസ്ത്ര ഗവേഷണങ്ങളും പ്രോത്സാഹിപ്പിക്കുക. ഇനി അന്താരാഷ്ട്ര പരിസ്ഥിതി ശ്രമങ്ങളാണ്. അതില് 1972 സ്റ്റോക്ക്ഹോം കോൺഫറൻസും 1992 റയോ കോൺഫറൻസും. UN കോൺഫറൻസ് എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എർത്ത് സബ്മിറ്റ്. മറ്റ് പ്രധാനപ്പെട്ട കരാറുകള് മോൺട്രിയൽ കൺവെൻഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഫോറസ്റ്റ് അഗ്രിമെന്റ്സ്. ഇതാണ് അന്താരാഷ്ട്ര പരിസ്ഥിതി ശ്രമങ്ങൾ കേട്ടോ. സ്റ്റോക്ക് കോൺഫറൻസ് 1972, റയോ കോൺഫറൻസ് 1992. മറ്റ് പ്രധാന എഗ്രിമെന്റുകള് മോൺട്രിയൽ കൺവെൻഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഫോറസ്റ്റ് എഗ്രിമെന്റ്. ഇനി പരിസ്ഥിതി സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളും നടപടികളുമാണ്. അതില് എൻവയോൺമെന്റൽ കോർട്ട് EPA, എൻവയോൺമെന്റൽ കോർട്ട് ആൻഡ് EPA പരിസ്ഥിതി തർക്കങ്ങൾ വേഗത്തിൽ പരിഹരിക്കുക. ലെഡ് ഫ്രീ പെട്രോൾ ആൻഡ് ഇമിഷൻ കൺട്രോൾ, വാഹന മലിനീകരണം കുറയ്ക്കുക. നാഷണൽ റിവർ ആക്ഷൻ പ്ലാൻ, നദികളുടെ ശുചീകരണവും സംരക്ഷണവും. സോളാർ എനർജി കമ്മീഷൻ, സൗരോർജ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കൽ. നാഷണൽ വേസ്റ്റ് മാനേജ്മെന്റ് കൗൺസിൽ, മാലിന്യ സംസ്കരണവും പുനഃചംക്രമണവും. പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കാം. പരിസ്ഥിതി നാശം എന്നാൽ എന്താണ് പരിസ്ഥിതി നാശം അഥവാ എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ പ്രവർത്തനങ്ങളാൽ പരിസ്ഥിതിയുടെ സ്വാഭാവിക ഗുണനിലവാരവും സന്തുലിതാവസ്ഥയും കുറയുന്ന അവസ്ഥയാണ് പരിസ്ഥിതി നാശം എന്ന് പറയുക. സുസ്ഥിര വികസനം എന്താണ്? ഭാവി തലമുറയുടെ ആവശ്യങ്ങളെ ബാധിക്കാതെ ഇന്നത്തെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന വികസനമാണ് സുസ്ഥിര വികസനം. ഉണ്ടോ? കോമൺ ഫ്യൂച്ചർ സമർപ്പിച്ചത് ആരെ? 1987 ബെർണാഡ്
വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റൽ ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. അന്താരാഷ്ട്ര സമ്മേളനങ്ങള് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് 1972, റയോ എർത്ത് സബ്മിറ്റ് 1992. മറ്റേ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് 1972 1972, റയോ എർത്ത് സബ്മിറ്റ് 1992 1992. ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ നോക്കേണ്ടത് എൻവയോൺമെന്റൽ കോഡ് സ്ഥാപിതമായി, ലെഡ് ഫ്രീ പെട്രോൾ നിർബന്ധമാക്കി, നാഷണൽ റിവർ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കി, പബ്ലിക് പ്ലേസ് അതായത് പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചു. ഇന്ത്യയിലെ ചില സംരക്ഷണ നടപടികളാട്ടോ. പിന്നെ നമ്മള് എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ എന്താന്ന് പറഞ്ഞു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ബഡ്ലാൻഡ് റിപ്പോർട്ട് 1987 സ്റ്റോക്ക്ഹോം കോൺഫറൻസ്. അപ്പൊ ഇത്രയും കാര്യങ്ങള് നന്നായിട്ട് മനസ്സിലാക്കുക. ഒന്നുകൂടി ടീച്ചർ റിവൈസ് ചെയ്ത് തരാം. നമ്മൾ എടുത്തത് പരിസ്ഥിതി നാശത്തെ കുറിച്ച് പറഞ്ഞു തന്നു. പരിസ്ഥിതി നാശം ഉണ്ടാവാനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു തന്നു. മലിനീകരണം, ജനസംഖ്യാ വർധനവ്, നഗരവൽക്കരണം, വ്യവസായവൽക്കരണം, പിന്നെ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു തന്നു. പിന്നെ ജനസംഖ്യാ വർധനവിന്റെ ആഘാതം 2 ഉണ്ട്. വിഭവങ്ങളിലുള്ള സമ്മർദ്ദവും വനനശീകരണവും ആവാസ വ്യവസ്ഥയുമാണ്. നഗരവൽക്കരണവും വ്യവസായവൽക്കരണവും എന്താന്ന് പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ അവബോധം അവയർനെസ് എന്താന്ന് മനസ്സിലാക്കി തന്നു. ആഗോള ശ്രദ്ധ, വിഭവ സംരക്ഷണം, പ്രതിസന്ധികൾ തടയൽ, ഭാവി തലമുറയ്ക്കായിട്ട്. പിന്നെ സുസ്ഥിര വികസനം, ഇതിൽ ഇമ്പോർട്ടന്റ് ആട്ടോ. സുസ്ഥിര വികസനം എന്താന്ന് പറഞ്ഞു. സുസ്ഥിര വികസനത്തിന്റെ തത്വങ്ങൾ 3 പുനരുപയോഗം, മാലിന്യ പുനഃചംക്രമണം, സന്തുലിത വികസനം. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ 3 പ്രധാന വഴികള്. പിന്നെ 1986 എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, അതേപോലെ തന്നെ സ്റ്റോക്ക്ഹോം കോൺഫറൻസ് 1972. ഇന്ത്യയിലെ പരിസ്ഥിതി നയ രൂപീകരണത്തിന് പ്രചോദനമായ ഒരു അന്താരാഷ്ട്ര സമ്മേളനമാണ് സ്റ്റോക്ക്ഹോം കോൺഫറൻസ് 1972. 1970 ഇന്ത്യൻ പരിസ്ഥിതി അവബോധത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി. പിന്നെ നാഷണൽ എൻവയോൺമെന്റൽ പോളിസി എന്താന്ന് പറഞ്ഞു. ആരോഗ്യപരമായ പരിസ്ഥിതി, ജൈവ വൈവിധ്യം, പൊതുബോധവൽക്കരണം. പിന്നെ അന്താരാഷ്ട്ര പരിസ്ഥിതി ശ്രമങ്ങൾ എന്തൊക്കെയാണ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, നന്നായി നോക്കി വെക്കുക. പിന്നെ പ്രധാന നിയമങ്ങളും നടപടികളും പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംരംഭങ്ങളും അതിന്റെ ലക്ഷ്യങ്ങളുമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങള് നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു ചാപ്റ്റർ വളരെ ലളിതമായ ചാപ്റ്റർ ആണ്. റെക്കോർഡിങ് കേട്ട ശേഷം നിങ്ങളുടെ ഗൈഡ് എടുത്ത് വായിക്കുക. അതേപോലെ തന്നെ ഇതിലെന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലി ക്ലിയർ ചെയ്യാവുന്നതാണ്. പേഴ്സണലി കോണ്ടാക്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾക്കിനി അടുത്ത ചാപ്റ്ററിന്റെ ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ 24ാമത്തെ ചാപ്റ്ററിന്റെ ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.